വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റ്സിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മേക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. മേക്കിംഗ് വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിച്ച ഡ്രസ്സുകളുടെ റിവ്യൂ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇന്നലെ മിന്ത്രയിൽ നിന്ന് ഒരു ഡ്രസ്സ് ഇന്നലെ അല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓർഡർ ചെയ്തതാട്ടോ. നമുക്കത് ഡെലിവേർഡ് ആയത് മിനിഞ്ഞാന്നെങ്ങാണ്ടായിരുന്നു, ഒരു സൺഡേ ആയിരുന്നു. നമുക്ക് മിനിഞ്ഞാന്നെങ്ങാണ്ടാണ് ഡെലിവേർഡ് ആയത്. അപ്പം ആ ഒരു ഡ്രസ്സിന്റെ റിവ്യൂ ആയിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഹൽദിക്കും മെഹന്തിക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 4XL സൈസിലുള്ള ഡ്രസ്സാട്ടോ ഇത്. അപ്പോൾ എൻ്റെ സൈസ് എന്ന് പറഞ്ഞേക്കുന്നത് 4XL ആണ്. 4XL 3XL ആ ഒരു കാറ്റഗറി പെടുന്ന പ്ലസ് സൈസ് കാറ്റഗറി പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ മീഷോയിലും അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ആമസോണിലും മിന്ത്രയിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എന്താണ് സ്മോള്, എക്സ്ട്രാ സ്മോള്, ലാർജ് ഒക്കെയാണ്. അപ്പോൾ ഈ 4XL ഒക്കെ വരുന്ന 4XL 3XL എനിക്ക് തോന്നുന്നു പിന്നെയും ഉണ്ട്. 4XL 5XL 6XL ഒക്കെ വരുന്നത് ചുരുക്കം ചില ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ആമസോണിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ വരുമ്പോൾ ആ സൈസിൽ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു വിഷമം തോന്നത്തില്ലേ? അപ്പം അതുപോലെ തന്നെ അപ്പം പിന്നെ എനിക്കാണെങ്കിൽ കടകളിൽ പോവുകയാണെങ്കിലും എൻ്റെ സൈസിനുള്ള ഡ്രസ്സുകളൊന്നും തന്നെ കിട്ടത്തില്ല. അത് കിട്ടത്തില്ലെന്നല്ല, ഒന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ആ സൈസിൽ കാണത്തില്ല. അപ്പം വേറെ സൈസിലൊക്കെ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അധികം കുറവാട്ടോ. പിന്നെ ഇങ്ങനെ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഞാനിങ്ങനെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം ഈ വളയ്ക്ക് നല്ല റിവ്യൂ വന്നാട്ടോ. ഈ വളയും ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. റേറ്റ് ഒന്നുമില്ല, ഏകദേശം 200-ന് താഴെ വരുന്ന റേറ്റ് ആട്ടോ. ഇത് 4 ബാംഗിൾസ് തന്നെ 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വളയുടെ സൈസ് ആണെങ്കിലും അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2.8 ആണ് വാങ്ങിച്ചത്. പിന്നെ കമ്മല് മാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ആ കോംപ്ലിമെന്റ് എനിക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ് റിവ്യൂയിലേക്ക് പോകാം. അപ്പം ഞാനിങ്ങനെ മീഷോയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ 2 ഡ്രസ്സുകൾ എനിക്കിങ്ങനെ കിട്ടിയായിരുന്നു. ആ രണ്ടും എനിക്ക് ഇന്നലെയാണ് ഡെലിവേർഡ് ആയത്. അപ്പം തന്നെ എനിക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു ഒറ്റ ആക്രാന്തമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഇട്ട് നോക്കി. രണ്ടും നമുക്ക് വി ഷേപ്പിൽ, ഒന്ന് ആലിയ കട്ടും ഒന്ന് വി ഷേപ്പ് വരുന്നതാണ്. ഒന്നൊരു കുർത്തിയാണ്, ഒന്നൊരു ഷോർട്ട് ടോപ്പാണ്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇൻ കേസ് അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വിഷ്ലിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ് ഹോൾ റിവ്യൂ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എല്ലാം ഇവിടെ സൈഡിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ കുർത്തിയാട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു കുർത്തി. ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു 4XL സൈസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പെട്ടെന്ന് തീരുന്നതായിരിക്കും. നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു കുർത്തിയാട്ടോ ഇത്. അതിനകത്തൊക്കെ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു കുർത്തിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് വാഷ് ചെയ്താലുള്ള എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല. ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ നല്ലൊരു അടിപൊളി കുർത്തിയാട്ടോ. ഇത് സൈസ് എന്ന് പറഞ്ഞേക്കുന്നത് 4XL സൈസ് ആട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇത് സൈസ് ശരിക്കും പറഞ്ഞാൽ സ്മോൾ തൊട്ട് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതെന്ന് പറഞ്ഞേക്കുന്നത് വി ഷേപ്പാണ്, അതായത് ആലിയക്കട്ട് കുർത്തിയാട്ടോ ഇത്. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും അത്. അതുപോലെ തന്നെ കൈക്ക് നല്ല ലെങ്ത് ഉണ്ട്. 3/4 ആണ് കൈ എന്ന് പറഞ്ഞേക്കുന്നത്. അതാണ് ഇവിടെ വരെ ലെങ്ത് ഉണ്ട് കേട്ടോ കൈക്ക്. പിന്നെ ഇത് നനച്ചു കഴിഞ്ഞാൽ പോകുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, കാരണം വാഷ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വി ഷേപ്പ് നെക്കാണ്. വിസ്കസ് റയോൺ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. കോട്ടൺ ക്ലോത്ത് അല്ല, ഒരു റയോൺ ടൈപ്പ് ക്ലോത്ത് ആണ്. പിന്നെ ഫ്ലോറൽ പ്രിന്റഡ് ആണ് ഇത്. ഫ്ലോറൽ പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും 4XL 48 ആണ് 4XL സൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 4XL 48 സൈസ്. വണ്ണം കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യാൻ, കുറയുന്നില്ല. പക്ഷെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയാണല്ലോ എന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ പറയുന്നത് ഞാനിങ്ങനെ ചൂടുവെള്ളം നല്ല രീതിയിൽ, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ചൂടുവെള്ളം നല്ല രീതിയിൽ കുടിക്കുവാനും എപ്പോഴും ഞാൻ ചൂടുവെള്ളം കുടിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം, നമ്മുടെ എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റും മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം യൂറിൻ വഴി പാസ് ചെയ്ത് പോകും. പക്ഷെ വെള്ളം കുടിക്കാനാണ് പാട്. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. കാരണം ഈ ഒരു വണ്ണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന PCOD കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയത്തില്ല ഉണ്ടോ എന്നുള്ള കാര്യം ഇവിടെ നോക്കിയിട്ടില്ല. നോക്കാം. അപ്പം എന്തായാലും ഡ്രസ് റിവ്യൂയിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിന് കാണാൻ പറ്റുന്നുണ്ടോ നടത്തുന്നത്, ഇതിന്റെ ഈ ഒരു കട്ടാണ്, ഈ ഒരു ആലിയ കട്ട്. എനിക്ക് ആലിയ കട്ട് ഡ്രസ്സുകളൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഒരു ആലിയ കട്ട് ഡ്രസ്സ് വാങ്ങിച്ചതാണ്. അപ്പം നല്ല രസമുണ്ട്. ഇതിന്റെ പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇത് നെക്കെന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയും നമ്മുടെ ഇവിടെ വരെ നല്ല നെക്കാട്ടോ ഇതിനുള്ളത്. അപ്പം ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നിങ്ങൾ, ചിലർക്കാണെങ്കിൽ ഇത്രയും നെക്ക് ഇഷ്ടപ്പെടാത്തവർ കാണുമായിരിക്കും. ചിലർക്ക് ഇത്രയും നെക്ക് വൈഡ് ആയിട്ടുള്ള നെക്ക്, എനിക്ക് അത്രയും വൈഡായിട്ടുള്ള നെക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ജസ്റ്റ് നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിടുക. ബാക്കി ഓൾമോസ്റ്റ് നല്ലൊരു ഡ്രസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ക്വാളിറ്റി വൈസും നല്ലൊരു ഡ്രസ്സാട്ടോ ഇത്. എനിക്ക് ഇത്രയും ഉയർത്തി കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ക്വാളിറ്റി വൈസും നല്ലൊരു ഡ്രസ്സാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 4XL ആണ്. നെക്ക് ഈ ഒരു പോർഷനാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഈ ഒരു ഡിസൈൻ ആട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഡിസൈനാണ് എനിക്ക് ഓൾമോസ്റ്റ് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് വാഷ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല. മേ ബി വാഷ് ചെയ്ത് നോക്കണം. അപ്പൊ ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 400 താഴെയാണ്. അത് 388 അത്രയെങ്ങാണ്ടാണ്. അത് നമ്മൾ GPay വഴിയൊക്കെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് അവരെ കുറച്ചാണ് അവർ തരുന്നത്. ഞാൻ 388 387 ആണ് ഇതിന്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. 400 താഴെ. അപ്പൊ ഞാൻ കടകളിലൊക്കെ സത്യം പറഞ്ഞാൽ പോയി വാങ്ങിക്കുമ്പോൾ പ്ലസ് സൈസിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ. ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ 1000 അത്രയൊക്കെ റേറ്റ് വരും, 900 അത്രയൊക്കെ പ്ലസ് സൈസ് റേറ്റ് വരും. പക്ഷെ ഇതെനിക്ക് ഒത്തിരി അഫോർഡബിൾ ആയിട്ട് തോന്നി, നല്ല മെറ്റീരിയൽ ആയിട്ടും തോന്നി. അതും 400 അണ്ടറിൽ വരുന്ന ₹400 അണ്ടറിൽ വരുന്ന നല്ലൊരു കുർത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ആയിട്ട് വാങ്ങിച്ചത് നാക്കുടക്കുന്നു. സെക്കൻഡ് ആയിട്ട് ഞാൻ വാങ്ങിച്ച ഏതാന്ന് വെച്ചാൽ ഒരു ടോപ്പാണ്, കുർത്തിയല്ല ഒരു ടോപ്പാട്ടോ. അതും ശരിക്കും പറഞ്ഞാൽ നെക്ക് ഞാൻ ഇനി കൂടുതലായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഈ നെക്ക് പോർഷനൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. ഇപ്പം ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലർക്ക് ആ വൈഡായിട്ടുള്ള തുറന്നു കിടക്കുന്ന നെക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് അത്രയും തുറന്നു കിടക്കുന്ന നെക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കൂടുതലും ഇപ്പോൾ ചുരിദാറൊക്കെ തയ്പ്പിക്കുവാണെങ്കിലും ഇങ്ങനത്തെ ഒന്നെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന എന്തെങ്കിലും ഒരു ഡിസൈൻ ഒക്കെ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സുകളൊക്കെ എൻ്റെ വാർഡ്രോബിൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ. അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അടുത്ത ഡ്രസ് റിവ്യൂയിലേക്ക് പോകാം. അപ്പം ഇനി നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടോപ്പാണ്. അപ്പം ഞാൻ അങ്ങനെ അധികം മോഡേൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഇടുന്നത് വളരെ കുറവാണ്. ഒന്നാമത് അങ്ങനത്തെ ഡ്രസ്സുകൾ പ്ലസ് സൈസിന് കിട്ടാറില്ല. കോട്ട് സെറ്റുകളൊക്കെ ഞാൻ കുറേ നോക്കിയായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഇട്ടുകൊണ്ട് പോകാനെന്ന് പറഞ്ഞാൽ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഒരു കോട്ട് സെറ്റ് നോക്കിയായിരുന്നു. അത് പക്ഷേ 4XL സൈസ് ഉണ്ട്. മിക്കവാറും ഞാൻ ചെന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ സൈസ് എല്ലാം തീർന്ന് കാണുമായിരിക്കും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ തപ്പി നോക്കിയിട്ട് ശരിക്കും ഈ ഒരു സൈസ് തപ്പുക എന്ന് പറഞ്ഞേക്കുന്ന ഓരോ ഡ്രസ്സും എടുത്ത് നോക്കിയിട്ട് 4XL ഉണ്ടോ 5XL ഉണ്ടോ 3XL ഉണ്ടോ ഇങ്ങനെ നോക്കണം. എനിക്ക് 3XL കുറച്ചുകൂടെ എങ്കിലും ഉണ്ട്. 4XL ആണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തത്. ശരി, അപ്പം അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ടൈപ്പ് ഡ്രസ്സാട്ടോ. ആണ്ടേ ഇതും ഒരു ഷോർട്ട് ടോപ്പാണ്. ഇപ്പൊ പിക്ചറൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. ഇത് ഒരു ഷോർട്ട് കുർത്തയല്ല, ഒരു ടോപ്പാണ്. ഇതിന്റെ കൈയൊക്കെ ഇതൊരു വിസ്കസ് റയോൺ ടൈപ്പ് ആണ്. നല്ല കളറാണ് ഇതിന് ശരിക്കും. പക്ഷേ ഇത് മെയിൻ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 298 ആ റേറ്റിന് ഈ ഒരു സംഭവം നല്ല അഫോർഡബിളും ക്വാളിറ്റി ഉള്ളതുമാണ്. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളർ ഇളകുമോ എന്നുള്ള ഈ പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇളകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഇതിന്റെ നെക്ക് എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര നെക്കാട്ടോ. ഞാനാണെങ്കിൽ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കണ്ടത് 4XL സൈസാണ്, അതും 48 ആണ്. ഇന്നലെ ഞാനാണെങ്കിൽ ഷോർട്സ് എടുത്തായിരുന്നു. അപ്പം ഞാനിവിടെ സെറ്റിപ്പിനെ കുത്തി വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ ഇതിന്റെ പുറവശം വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആട്ടോ വരുന്നത്. പുറവശത്ത് നല്ല പ്രിന്റിങ് ഉള്ളതാണ്. പക്ഷേ ഇത് കളർ ഇളകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ ഇത് എവിടെ ഇട്ടുകൊണ്ട് പോകാനാണ്. ഇപ്പം അങ്ങനെ വേറെ എവിടെ ഞാൻ പോവാറില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് കൈ ഇങ്ങനെ ആട്ടോ വരുന്നത്. കൈ ഇങ്ങനെ ഒരു 3/4 പോലാണ് വരുന്നത്. ഏകദേശം ഈ കൈയുടെ ഇത് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലെയർ പോലെ ഉണ്ട് കേട്ടോ. ഫ്ലെയറിന്റെ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഈ 2 ഡ്രസ്സ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ സെൽഫി മോഡിൽ നോക്കിയപ്പോൾ എനിക്ക് അത്രയും വണ്ണമൊന്നും തോന്നിക്കുന്നില്ലായിരുന്നു. നല്ല അടിപൊളി നോക്കി മറ്റേണിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ മീൻസ് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ വയറൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാം എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണൽ കാര്യമാട്ടെ, പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് അവ ഈ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റിച്ചിങ്ങും അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് നല്ലൊരു ടോപ്പായിട്ടാണ്, കുർത്ത എന്നാണ് വായി വരുന്നത് മൊത്തം, ടോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഫ്ലെയർ ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഇന്നലെയാണ് എനിക്ക് ഡെലിവർ ആയത്. അപ്പം തന്നെ എനിക്ക് എനിക്കും അമ്മയ്ക്കും അതിന് ഭയങ്കര ആകാംക്ഷയാട്ടോ. പൊട്ടിച്ച് നോക്കി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര ആക്രാന്തമായിരുന്നു. അപ്പം ഞാൻ ഒരു ഷോർട്സ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ആലിയ കട്ടിൻ്റെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇന്നേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഈ കുർത്തയല്ല, ഷോർട്ട് ടോപ്പിൻ്റെ. പിന്നെ ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. അതാ പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 4XL വണ്ണം ഉള്ളത് ഓരോരുത്തരുടെയും ഓരോരോ ശരീരപ്രകൃതി അനുസരിച്ചാണ്. നമ്മളത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തൂടെ നോക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ എനിക്ക് വണ്ണം കുറയ്ക്കണമെന്ന് ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പം കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കുറയ്ക്കാനാണ്. ഏതൊരു കാര്യവും നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇത് പുതിയതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ വണ്ണം കൂട്ടാൻ എളുപ്പമാണ്. ചിലർക്കാണെങ്കിൽ എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും വണ്ണം വെക്കത്തില്ല. പക്ഷെ എൻ്റെ ശരീരം നല്ല രീതിയിൽ വണ്ണം വെക്കുന്നതാട്ടോ.
പാരമ്പര്യം ഇവിടെ അമ്മച്ചിക്കൊക്കെ ആണെങ്കിലും, അമ്മച്ചിയൊന്നും ഇപ്പൊ ഇല്ല, അമ്മച്ചിക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അച്ഛന്റെ വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണം ഉള്ളവരാണ്. പക്ഷെ ഞാൻ അധികം ഫുഡൊന്നും കഴിക്കാറില്ല. പക്ഷെ ചോറ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാട്ടോ അത്. ചോറ് എനിക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം അമ്മ ഉണ്ടാക്കുന്ന ചോറും മീൻകറിയും എന്തെങ്കിലും ഒരു തോരനും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. അതിന് എത്ര വേണേലും കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ചോറ് കഴിക്കുന്നതുകൊണ്ടായിരിക്കണം. പക്ഷെ ചോറ് കഴിക്കാതിരിക്കാൻ പറ്റും, എനിക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ചോറെന്ന് പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും അങ്ങനെ വല്ലപ്പോഴും കാണാം. മധുരമൊന്നും അധികം ഞാൻ കഴിക്കാറില്ല കേട്ടോ. കൂടുതൽ എനിക്ക് എരിയായിട്ടുള്ള ഐറ്റംസ് ആണ് ഇഷ്ടം പൊതുവേ. മധുരമുള്ള ഐറ്റംസ് ഞാൻ അങ്ങനെ, പക്ഷെ മുട്ടായി ഞാൻ കഴിക്കും. പക്ഷെ മുട്ടായി ഇപ്പൊ കഴിച്ച് ഒത്തിരി ഓവർ മധുരമുള്ളത് കഴിക്കുമ്പോഴത്തേക്ക് പല്ലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഈ സൈഡൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വേദനിക്കുന്നു. പോടും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം വിലയും കാര്യങ്ങളും ഒക്കെ ഞാൻ ലിങ്കും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ ലിങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ വളയുടെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള, എനിക്ക് തോന്നുന്നു ഈ വളയൊക്കെ ഈ ഒരു നാട്ടിൽ വരികയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇത്രയും അഫോർഡബിൾ റേറ്റിൽ എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളയാണ്. അതിന്റെ കളറൊന്നും ഇപ്പോഴും പോയിട്ടില്ല. നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര നാൾ വേണേലും ഇരുന്നോളും. ഈ വളകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ കൊണ്ടുവന്നൊക്കെ, എന്റെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ അവിടെ ഇവിടെ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അത് അവിടെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോലും ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം 1 മന്ത് ആകാറായെന്ന് തോന്നുന്നു. പക്ഷെ ഇതുവരെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ 4XL സൈസിന്റെ ഹോൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ഒരു സമയത്താട്ടോ ഞാൻ അങ്ങനെ അധികം പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും എനിക്ക് ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ഡ്രസ്സുകളൊക്കെ, പുതിയ പാറ്റേണുള്ളൊക്കെ ഡ്രസ്സുകളൊക്കെ ഇടണമെന്നുള്ളത്. പക്ഷെ നമ്മുടെ സൈസിന് ഒത്തു കിട്ടുക എന്നുള്ളത് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പ്ലസ് സൈസ് ഒക്കെ, അല്ലാതെ സ്മോളും ലാർജും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. പക്ഷെ വണ്ണം കുറയ്ക്കാനാണ് പാട്. കുറയ്ക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഹോൾ വീഡിയോസും മേക്കിംഗ് വീഡിയോസും ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇടും. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ കാട് കയറുന്നില്ല. ഇനി ഇങ്ങനെ പറഞ്ഞ് മിക്കവാറും വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ഇത് ഞാൻ എത്രാമത്തെ തവണ വീഡിയോ ഇത്രയുള്ളൂ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ, സി യു. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല കുർത്തയും നല്ല ടോപ്പും ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തതും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, സി യു, ബൈ.